ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? രാവിലെ തന്നെ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എനിക്കും കിട്ടി നല്ലൊരു മഴ കേട്ടോ. അപ്പോൾ ഞാനിന്ന് പേൾ ഗ്രാസിനെ പറ്റിയിട്ടാട്ടോ പറയുന്നേ. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് വെച്ചത് പേൾ ഗ്രാസിനെ പറ്റിയിട്ടാണല്ലോ. അപ്പോൾ ഞാൻ പേൾ ഗ്രാസ് ഇട്ടിട്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ഈ വെള്ളം കുത്തിയൊലിച്ച് വീഴുന്ന സ്ഥലത്ത്, അതായത് നമ്മൾ പൈപ്പ് മുകളിൽ നിന്നും പൈപ്പ് വെള്ളം വീഴാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ആ പോർഷൻസിലൊക്കെ വരുമ്പോൾ അവിടെ പേൾ ഗ്രാസ് പിടിക്കുന്നില്ല. ആ ഭാഗത്ത് മാത്രം നാശമായി പോകുന്നുണ്ട് കേട്ടോ. അതല്ലാത്തത് ഒഴിച്ചാൽ ബാക്കി എല്ലാവിടെയും പേൾ ഗ്രാസ് നല്ല ഭംഗിയിൽ തന്നെ വളരുന്നുണ്ട്. പിന്നെ ഈവനായിട്ട് കിടക്കാത്തതും ഞങ്ങൾ ആ മണ്ണ് നിരത്തിയതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ബഫല്ലോ ഗ്രാസിൻ്റെ തല പൊന്തിച്ച് വരുന്ന കാണുന്നുണ്ട്. അത് നമ്മൾ കയ്യോടെ പറിച്ച് കളയും. പിന്നെ അതിൻ്റെ ഇടയിൽ കൊച്ചു കളകളും ഉണ്ട്. അപ്പോൾ അതും നമ്മൾ കാണുമ്പോൾ പറിച്ച് കളയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആക്രമണം കാര്യമായിട്ടില്ല. മഴ ആയതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് പേൾ ഗ്രാസ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ എങ്ങനെയാവും എന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ആ ടൈം ആകുമ്പോൾ ഞാൻ പറയാം. ഇനി നമുക്ക് ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നും എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്നും പറയാം. നില പേൾ ഗാർഡൻ എന്ന് പറയുന്നിട്ടുള്ള മണ്ണുത്തി മാടക്കത്തറയിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചത്. എനിക്ക് 15 രൂപയ്ക്കാണ് കിട്ടിയത്. നല്ല ക്വാളിറ്റിയുള്ള പുല്ല് തന്നെയാണ് കേട്ടോ. ഒന്നും നമുക്ക് കിട്ടിയ പുല്ലിനൊന്നും ഒരു ഡാമേജ് ഉണ്ടായിരുന്നില്ല. ഇടയിൽ ഈ ബഫല്ലോ ഗ്രാസിൻ്റെ ചെറിയ കൂമ്പുകൾ കയറി വരുന്നു എന്നതൊഴിച്ചാൽ അടിപൊളി ഗ്രാസ് തന്നെയാണ്. അതെല്ലാ ഗ്രാസിലും ഈ ബഫല്ലോ ഗ്രാസ് ചെറുതായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. നമ്മൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിട്ടിട്ടുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ വിട്ടിട്ടുണ്ടായിരുന്നു. അതിലാണ് അവർ കൊണ്ടുവന്നത്. അപ്പം മൊത്തം ഞാനൊരു 800 സ്ക്വയർ ഫീറ്റോളം പേൾ ഗ്രാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 800 × 15 പ്ലസ് നമുക്ക് വന്നിട്ടുള്ള ഓട്ടോ കൂലി, അതുമാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതായത് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വെയിറ്റും ഇല്ലായിരുന്നു. ഒരു ഷീറ്റ് ഒരാളെടുത്ത് കൊണ്ടുപോയി അങ്ങനെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അത് നിങ്ങളുടെ പ്ലോട്ട് കറക്റ്റ് ലെവലാണെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. എൻ്റേത് ഇപ്പോൾ പ്ലോട്ട് കറക്റ്റ് ലെവലല്ല, പക്ഷേ എന്നിരുന്നാലും ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമുക്ക് ആ ടൈമിൽ ഇത് അത്യാവശ്യമാണ്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ ഞാനതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം ഒരു 6-7 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ കൂടിയിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണല്ലേ. സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പറ്റുന്നവർ, കാണാൻ ഇഷ്ടമുള്ളവർ, നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതല്ല നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ എനിക്കത് മാറ്റങ്ങൾ വരുത്താലോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.